ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ സാധനങ്ങൾ ഉണ്ടാക്കാം. ബൈ. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് മൈദ, ബോൺലെസ് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്താൽ മതി. പഞ്ചസാര, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഉപ്പ്, മുളക് പൊടി, പിന്നെ ഇത് തക്കാളിയും വെള്ളവും കൂടെ പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണ്. ഇത് അവസാനം പിസയിൽ സോസാക്കി യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്, കുറച്ച് ഐറ്റംസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഈസ്റ്റ്, നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഏതായാലും മതി, പിന്നെ ചൂടുവെള്ളം. ഇനി നമുക്ക് പിസ്സക്കുള്ള ബാറ്റർ റെഡിയാക്കാൻ ആദ്യം നമുക്ക് ഒരു അര സ്പൂൺ ഈസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അത് കഴിഞ്ഞ് ഒരു അര സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കൊന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, അത് നമ്മുടെ ആവശ്യത്തിനാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മതി, അത്രയും എടുക്കുന്നുള്ളൂ. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇനി അതൊന്ന് നമുക്ക് കൈ വെച്ചൊന്ന് തിരുമ്മിയൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ നല്ലോണം മസാല പിടിപ്പിച്ച് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാവേ, മാറ്റി വെക്കാതെ. റൈസ് എടുക്കാനായിട്ട് നമ്മളൊരു എഗ് വൈറ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. എഗ് വൈറ്റിനകത്ത് ഈ ഫുൾ എഗ് വൈറ്റ് എടുക്കണം, ആ യോക്ക് വേണ്ട കേട്ടോ. എഗ് വൈറ്റ് ഫുൾ എടുത്തു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. രണ്ടും കൂടെ റെഡി ആയി വരുന്ന നമുക്കൊന്ന് മയോണൈസ് വെച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്തോട്ട് ഒഴിക്കേണ്ടത്. വേറെ വെളിച്ചെണ്ണ വല്ലതും ഒഴിച്ചാൽ ആ വെളിച്ചെണ്ണയുടെ പുകയൊഴിച്ച് ഫുള്ള്. ഇത് ഓയിൽ ഫുള്ളായിട്ട് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള മയോണൈസ്. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാവേ. നമ്മുടെ ഈസ്റ്റ് നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി അല്ല, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് പതുക്കെ കുറച്ച് മാവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എണ്ണയും വെള്ളവും ചേർത്ത് മാവ് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവൊക്കെ പോലെ ഒരു പരുവായിട്ടാണ് എടുത്തേക്കുന്നത്. ഇതൊരു 1 അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ നമുക്കിനി ഒരു പാൻ എടുത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. മാവ് സെറ്റായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് പാനിലോട്ട് എല്ലാ സ്ഥലത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ എല്ലായിടത്തോട്ടും ചിക്കന് ഇത് എണ്ണ കിട്ടത്തില്ല. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാതെ നമുക്ക് ഇനി അതിൻ്റെ സോസ് ഒന്ന് തയ്യാറാക്കാവേ. സോസിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാവേ. നെയ്യില്ലെങ്കിൽ ഏതെങ്കിലും ഓയിലാണേലും മതി കേട്ടോ. ഇനി ആ നെയ്യിലോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. നമുക്കിനി അതിനകത്തോട്ട് ഈ
ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് തക്കാളി പേസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തേക്കാവേ. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചിക്കനൊക്കെ അപ്പുറത്തോടെ നല്ലോണം റെഡിയാകുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 2 മിനിറ്റ് നിർത്താതെ നമുക്ക് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണേ. അത് അത്യാവശ്യം നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കാവേ. ഈ സോസ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. ചിക്കൻ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാവേ. ചിക്കൻ തിന്നുകൊണ്ടിരിക്കുന്ന ഇനി നമുക്ക് ആ മാവ് നോക്കാം. ആ മാവ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിരുന്നേ. ഇനി നമുക്ക് ആ മാവ് നമ്മുടെ പാനിലോട്ട് മാറ്റാവേ. പാനിലോട്ട് ആദ്യം കുറച്ച് എണ്ണ തൂവിയിട്ട് നല്ലോണം എല്ലായിടത്തും തടവി കൊടുക്കണേ. മാവ് നമ്മൾ പാനിലോട്ട് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് ഇനി അതിന് കുറേ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതിന് ഫോർക്ക് വെച്ച് നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണേ. നിറച്ച് ഹോൾസ് നമ്മൾ ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് നമ്മുടെ സോസ് സ്പ്രെഡ് ചെയ്യാവേ. നമ്മളങ്ങനെ ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. നമ്മളപ്പോൾ ഫസ്റ്റ് ലെയർ ചീസ് ഇട്ടിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ചീസാണ്. ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവേ. ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ ചീസും കൂടെ ഇട്ട് കൊടുക്കാവേ. നമ്മൾ പിസ്സ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാൻ ആദ്യം വെക്കുന്നുണ്ട്. ആ പാൻ ഒന്ന് പഴുത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ പിസ്സ അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പാനിലോട്ട് ഇറക്കി വെക്കാവേ. നമുക്കൊരു പാത്രം വെച്ച് മൂടി വെക്കാവേ. ഇതിന് ചുറ്റും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പിസ്സയിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ആ ഹോളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു തുള്ളി എയർ പോലും പുറത്ത് പോകാൻ പാടില്ല. ആ പരിപാടി കുക്ക് ചെയ്യാൻ. ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമ്മൾ ഫോർക്ക് വെച്ച് നല്ല ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക, പെട്ടെന്ന് വേവാൻ വേണ്ടിയാണേ. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാവേ. ആദ്യം തന്നെ ഉപ്പ്, അത് ആവശ്യത്തിനാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാലയുടെ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. റോസ്റ്റ് ചെയ്യാൻ വന്ന ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു പാനിനകത്ത് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാകാൻ വെക്കാം. അപ്പം നമുക്ക് ഡയറക്റ്റ് എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ ഡയറക്റ്റ് പാനിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ നമുക്ക് ഫസ്റ്റ് ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ മൈദയിൽ മുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന മൈദയാണ്. നിങ്ങൾക്ക് വേണേൽ അരിപ്പൊടി എടുക്കാം. അത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഒന്ന് കോട്ട് ചെയ്യണോ അത്രയും പ്രാവശ്യം ഒന്ന് കോട്ട് ചെയ്യാം. ഞാനിവിടെ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്നിട്ട് ഡയറക്റ്റായിട്ട് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ എഗ്ഗിനകത്തും വീറ്റിനകത്തും കുറച്ച് ഉപ്പ് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചിക്കനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓവർ ഉപ്പ് ആവത്തില്ല, കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പേ ആവത്തുള്ളൂ. നിങ്ങൾക്ക് വേണേൽ ഏതെങ്കിലും ഒന്നിലിട്ട് കൊടുത്താലും മതി. തിരിച്ചും മറിച്ചു വിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഞാൻ ഇപ്പം ബാക്കി വന്ന മാവെല്ലാം കൂടി ഇത് അപ്പം പോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മയോണൈസ് വെച്ചിട്ട് നമുക്ക് വേറൊരു സോസും കൂടെ ഉണ്ടാക്കാതെ. ഫസ്റ്റ് ഉള്ള 1 സ്പൂൺ മയോണൈസ് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 രൂപയുടെ ഒരു പാക്കറ്റ് കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പാക്കറ്റ് കെച്ചപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 3 തരം ഡിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് മയോണൈസ്, പിന്നെ നമുക്ക് സോസ്, പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പിസ്സ റെഡിയായി 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ പിസ്സയും ഫ്രൈസും കെച്ചപ്പും എല്ലാം ഇവിടെ റെഡിയായി. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സെറ്റ് സാധനമാണ്. റൈസ് നോക്കാവേ. ഒന്നാന്തരം നല്ല കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. കഴിച്ചു സൂപ്പർ. ബൈ. എങ്ങനെയുണ്ട് ഇമോ?